പശ്ചിമ കൊച്ചിയിലെ രണ്ടാമത്തെ മയ്യത്ത് പരിപാലന കേന്ദ്രം പള്ളുരുത്തി തങ്ങൾ നഗർ മുസ്ലിം ജമാഅത്തിന്റെയും മുഹമ്മദ് പള്ളി മഹലിന്റെയും നേതൃത്വത്തിൽ പൊതുസമൂഹത്തിന് സമർപ്പിച്ചു. സ്ത്രീകൾക്കും മയ്യത്ത് നമസ്കരിക്കാൻ സൗകര്യമൊരുക്കിയാണ് പരിപാലന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. പള്ളി ചീഫ് ഇമാം അൻസാർ മന്നാനിയുടെ പ്രാർത്ഥനയോടെ പരിപാലന കേന്ദ്രത്തിന്റെ സമർപ്പണം നടത്തി. പള്ളുരുത്തി തങ്ങൾ നഗർ മുസ്ലിം ജമാഅത്ത് മുഹമ്മദ് പള്ളി മഹലിന്റെ നേതൃത്വത്തിൽ പുതിയ മയ്യത്ത് പരിപാലന കേന്ദ്രം ആരംഭിച്ചു. പശ്ചിമ കൊച്ചിയിലെ രണ്ടാമത്തെ മയ്യത്ത് പരിപാലന കേന്ദ്രം പള്ളുരുത്തി തങ്ങൾ നഗർ മുസ്ലിം ജമാഅത്തിന്റെയും മുഹമ്മദ് പള്ളി മഹലിന്റെയും നേതൃത്വത്തിൽ പൊതുസമൂഹത്തിന് സമർപ്പിച്ചു. മഹല്ല് ഭാരവാഹികളും അംഗങ്ങളും സംബന്ധിച്ച ചടങ്ങിൽ പള്ളി ചീഫ് ഇമാം അൻസാർ മന്നാനിയുടെ പ്രാർത്ഥനയോടെയാണ് പരിപാലന കേന്ദ്രം സമർപ്പിച്ചത്. ജനസാന്ദ്രതയും കുഞ്ഞു ഭവനങ്ങളുമായ ഈ മഹല്ലിൽ ഇത്തരമൊരു കേന്ദ്രം സ്ഥാപിക്കുക എന്നത് ദീർഘകാല സ്വപ്നമായിരുന്നുവെന്നും അടുത്ത ഘട്ടമായി ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള മറ്റ് വികസന പദ്ധതികൾക്ക് നേതൃത്വം നൽകാൻ മഹല്ല് കമ്മിറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതിനായി മഹല്ല് അംഗങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും സഹകരണം അനിവാര്യമാണെന്നും മഹല്ല് പ്രസിഡന്റ് VI മൊയ്തീൻ സാഹിബും സെക്രട്ടറി അബൂബക്കറും പറഞ്ഞു. കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശം എന്നതാണ് ഏറ്റവും വലിയ അംഗങ്ങൾ മഹല്ലിൽ മെമ്പർമാരായിട്ടുള്ള ഒരു മഹല്ലിൽ ചെറിയ ചെറിയ കുടുംബങ്ങളിലൂടെ ജീവിച്ചുകൊണ്ട് ആളുകൾക്ക് മയ്യത്ത് പരിപാലനത്തിന് ഒരു അവസരം വേണമെന്നുള്ളത് ചിരകാല സ്വപ്നമായി അത് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന്. കൂടാതെ ഈ കമ്മിറ്റിയുടെ അടുത്ത പദ്ധതിയായി നാം കാണുന്നത് ഈ പ്രദേശത്ത് ഒരു ഓഡിറ്റോറിയം തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ്. വേറെയും ചില പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനെല്ലാം എല്ലാ നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഭാരവാഹികളായ അബ്ദുൽ ഖയ്യൂം, ആഷിഖ് എന്നിവർ പരിപാലന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. നമ്മളൊരാളുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ സൗകര്യമുള്ള കുടുംബങ്ങളാണെങ്കിൽ അവരുടെ മയ്യത്ത് കൊടുക്കുന്നതിൽ ഇവിടെയാണ് നമ്മൾ കുളിപ്പിക്കാനുള്ള സൗകര്യം. വെള്ളം മുഴുവൻ ഊർന്നു പോയതിനു ശേഷം കഫൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മറ്റൊരു ടേബിൾ കൂടി ഇതോടൊപ്പം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ വെച്ചിട്ടായിരിക്കും ഈ തുണിയിൽ 3 തുണിയിൽ പൊതിയുന്ന ഒരു പ്രക്രിയ നടത്തുന്നത്. സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കരിക്കാൻ സൗകര്യം ഒരുക്കിയതായും ഭാരവാഹികൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന വനിതകളാണ്, ഇപ്പൊ സ്ത്രീകളാണ് മരിച്ചെങ്കിൽ അവരുടെ മയ്യത്ത് നമുക്ക് പ്രാർത്ഥന നടത്തുന്നതിനുള്ള ചെറിയ സൗകര്യം കൂടി നമ്മൾ ഇതോടൊപ്പം ഈ റൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. We are certified swimming instructors from Interdive. ഈ സമ്മറിൽ Interdive is coming up with lots of swimming activities. Not only for just 10 days, but a 20 days exclusive classes from every Monday to Saturday. class timings from morning 6 a.m. to 12 p.m., then afternoon 2 p.m. to 9 p.m. And after 20 days class, Interdive is providing you with free trial beach swimming with full safety and awareness.